എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വോയിസ് മച്ച് ബെറ്ററായി കേട്ടോ. നല്ല ഫുള്ള് ഹീലിങ്ങിലിരുന്നു. ഓൾറെഡി ഒരുവിധം ഒക്കെ ആയിട്ടുണ്ട്. കുറച്ച് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കണം എന്നൊരു ഫീലിംഗ് ആണ് മനസ്സിൽ. ഓക്കെ, അതുകൊണ്ട് ലേറ്റ് നൈറ്റ് തോട്ട്സ് തന്നെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നലെ എസ്പെഷ്യലി സൺഡേ ആയിരുന്നു. ഇന്നലെ രാത്രി അവർ എന്തായിരുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സമാധാനമായിട്ടിരുന്ന് തോട്ട്സ് കാണുക. ഓക്കെ, തുടങ്ങാം. പ്ലീസ് ഗൈഡ് ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എടുക്കട്ടെ. King of Cups, good. 3 of Wands, 9 of Pentacles, okay. Hanged Man, mix ആയിട്ട് വരുന്നല്ലോ. Lovers, yes. Ace of Pentacles, Empress, very good. Hierophant, Ace of Cups, നൈറ്റ് ഓഫ് കപ്സ്, ഗുഡ്. അല്ലെങ്കിലും തോട്ട്സ് നമുക്കറിയാം. 8 of Swords, സൺ. ഈ ഒരു റൗണ്ട് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാർഡ്സ് പറയാം അല്ലേ. 6 of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക്. കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത്. ഓക്കെ, 3 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്തു. ലോങ് ഡിസ്റ്റൻസിലാണെന്ന് തോന്നുന്നു, ഒരു പക്ഷേ യാത്രയിലായിരുന്നിരിക്കും. 3 of Wands, വീണ്ടും യാത്രയുടെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഉറങ്ങിയിട്ട് ഇല്ല, യാത്രയിലായിരുന്നിരിക്കാം. ഒരു പക്ഷേ യാത്രയിലായതുകൊണ്ടായിരിക്കാം ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു മയക്കത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 3 of Wands ഡിസ്റ്റൻസ് അവരെ ബോധർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ ട്രാവൽ ചെയ്ത് പോകുന്നത് ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ആയിരിക്കണം. അതുകൊണ്ട് കൂടി ആയിരിക്കും ഇവർ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ചിലപ്പോൾ അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കാം കേട്ടോ. ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ റിലേറ്റഡ് ആയിരിക്കും. ആരുടെങ്കിലും ഒരാളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ റിലേറ്റഡ് ആയിരിക്കും. ഇവരെ സ്നേഹം തുറന്ന് പറഞ്ഞ് കാണില്ല, ചിലപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്നതായിരിക്കും. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. അങ്ങനെ ഉള്ളവർ ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസിലേക്ക് പോയിരിക്കാം, അവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണും. ഓക്കെ, വൈസ് വെർസയും എടുത്തോളുക. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കും, രണ്ടും മിക്സായി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും ഒരുപാട് സ്നേഹം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ബോധറേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നും കാണുന്നു. 9 of Pentacles വെച്ച് അവർ നിങ്ങളിത് കാണുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ജോലിയിലായിരിക്കാം കേട്ടോ. ജോലി സംബന്ധമായിട്ടും അവർ തിരക്കിലാണ്. കാരണം ഫൈനാൻസസ്, കരിയർ, അതിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ചെയ്യേണ്ട ജോലിയെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലിയിലായിരിക്കും. അതായത് ആ സമയത്ത് ചെയ്യേണ്ട ജോലിയെപ്പറ്റി അവർ ഇന്നലെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് സേവിങ്സ്, കരിയർ, പ്രൊമോഷൻ, ആ കാര്യങ്ങളെയൊക്കെ കുറിച്ച് തീർച്ചയായും ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അതിലേക്കും കൂടി ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ. 2 of Pentacles, അവിടെ ഒരു ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ.
ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത് ഒരു ബോധറേഷനായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവരതിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടിൽ ഒരു ഭാഗത്ത് തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് പേർക്കും തന്നെ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. ആ സിറ്റുവേഷൻ അവരെ ബോധർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ലവേഴ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹമാണ്. കാരണം ആ ലൈൻ നോക്കി, കിങ് ഓഫ് കപ്സ്, ലവേഴ്സ്, ഏസ് ഓഫ് കപ്സ്, അത്രയ്ക്ക് സ്നേഹം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടായിരുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് തന്നെ അവർ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആയിട്ടാണ് അവർ ചിന്തിച്ചിരുന്നത്. അട്രാക്ഷൻ മാത്രമല്ല, അവർക്ക് ഒരുപാട് സ്നേഹമാണ്. അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങൾ കൊടുത്ത സ്നേഹം, കെയർ, അതൊന്നും അവർക്ക് അപ്രീസിയേഷൻ, അതൊന്നും അവർക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം, അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ സ്ഥാനത്ത് നിങ്ങൾ വേണം, ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ വേണം എന്നൊക്കെ തന്നെ ഇവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരണം, അതായത് ഒരു ലൈഫ്, നിങ്ങൾ മൊത്തം ലൈഫ് തന്നെയാണ് അവരവിടെ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്നാൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചില പേരുടെ പേഴ്സൺ, എല്ലാവർക്കും അല്ല, ചില പേരുടെ പേഴ്സൺ, കാരണം ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നതാണ്. ഇത് ഒരുപാട് പേരുടെ എനർജി അറ്റ് എ ടൈം നമുക്ക് കണക്റ്റ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് കേസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക. ഓക്കെ, ചിലരുടെയെങ്കിലും പേഴ്സൺ മാരീഡ് ആണ് എന്ന് കാണുന്നുണ്ട്. അതേപോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഈ വക ഡിഫറൻസസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരതിനെക്കുറിച്ചും വളരെ ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു കല്യാണത്തിൽ തുടരേണ്ട സാഹചര്യമാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, മാരീഡ് അല്ലാത്തവർ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ച് മനസ്സ് നിറഞ്ഞു കവിയുന്ന സ്നേഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത്. ഇവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്ത് സിറ്റുവേഷൻ ആയാലും അവിടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു ക്ഷമാപണം ചോദിക്കണം. നിങ്ങളോട് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ക്ലാരിഫൈ, 8 ഓഫ് സോർട്സ്. സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാരിഫൈ, 8 ഓഫ് സോർട്സ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, റെസ്പോൺസിബിലിറ്റീസിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ചിലരുടെയെങ്കിലും പേഴ്സൺ, ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക. ചിലരുടെ പേഴ്സൺ റെസ്പോൺസിബിലിറ്റീസിൽ വളരെ തീവ്രമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിൽ അവർക്ക് ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യണം. അതൊക്കെ അവരുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അതിൽ നിന്നും കൈ കഴുകി പോരാൻ അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വെളിച്ചവും കൊണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കും അവരുടെ ജീവിതമേ മാറിപ്പോയത്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടായിരിക്കും. അവർ ഹാപ്പി ആയിട്ടിരുന്നു തുടങ്ങി. ഹാപ്പിനെസ് എന്താണെന്നൊക്കെ നിങ്ങളാണ് അവർക്ക് ഫീൽ ചെയ്യിച്ചത്. എന്ത് പ്രതിസന്ധിയിൽ അവർ നിന്നാലും നിങ്ങളൊരു കൈത്താങ്ങായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വെളിച്ചമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നൊസ്റ്റാൾജിക് ആയിട്ട് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ മൊമെൻറ്റ്സൊക്കെ, നിങ്ങളുടേത് മാത്രമായുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ, ആ മൊമെൻറ്റ്സൊക്കെ ഇവർ ഓർക്കുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ ഇവർ വളരെ സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. Late night thoughts of my viewers person. Late night thoughts of my viewers person. 2 of cups. റീയൂണിയനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങളെ കണ്ട് ലോങ് ഡിസ്റ്റൻസ് പോയതായിരിക്കണം, യാത്ര കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത റീയൂണിയൻ, അടുത്തത് എപ്പോഴാണ് നിങ്ങളെ കാണാൻ പറ്റുക
എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കണ്ട് സംസാരിക്കാൻ പറ്റണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നതായിരിക്കും നിങ്ങളെ കാണാൻ, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ്റെ ചാൻസസ് കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് റീയൂണിയൻ ഉണ്ടായിട്ടില്ലാത്തവർക്ക് അവർ യാത്ര ചെയ്ത് വന്ന് നിങ്ങളെ കാണുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയും ആവാം കേട്ടോ. രണ്ട് സൈഡും എടുക്കാം. മൂൺ വളരെ മിസ്സിങ് എനർജിയിലായിരുന്നു. മിസ്സിങ് എനർജി ഉണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എപ്പോഴും ആ ഇൻസെക്യൂരിറ്റി അവിടെ എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങാനും ആ തേർഡ് പാർട്ടിയോട് ഒരു അഫിനിറ്റി തോന്നുമോ എന്നുള്ള ഭയം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസ് ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ, ജോലി സംബന്ധമായും അവർക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് അതിലും കൂടി ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ലൈഫിൽ വേറെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അസാന്നിധ്യം അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ദി സ്റ്റാർ നിങ്ങൾ വീണ്ടും അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം, നിങ്ങൾ അവരുടെ ലക്കി ചാമാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ആ ഭാഗ്യമായിട്ട് നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ദ ഡെവിൾ നിങ്ങളെ പ്രതി ഒബ്സസ്ഡായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കുന്ന രാത്രി നേരമാണ്. അപ്പോൾ എന്തായിരിക്കും ഒബ്സസ്ഡായിട്ട് ചിന്തിച്ചിരിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഒബ്സസ്ഡായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തീവ്രമായ ആഗ്രഹം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, കൂടുതൽ വിശദീകരണം അവിടെ വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഫുൾ വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, ഇനി പുറകിലേക്കില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും അവിടെ കാണുന്നു. ഓക്കെ, 4 ഓഫ് കപ്സ് വീണ്ടും മിസ്സിങ് എനർജി കാണുന്നു. ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്കായിരിക്കും. ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. മിസ്സിങ് അവർക്ക് വല്ലാത്തൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിൽ നിന്ന് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഫിസിക്കൽ ഡിസ്റ്റൻസ് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സമ്മോ കാർഡ്സ് 2-3 കാർഡ് കൂടെ എടുക്കാം. ഏസ് ഓഫ് സോർട്സ് അവർക്ക് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു റിയാലിറ്റി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നു കേട്ടോ. 2 ഓഫ് സോർട്സ് ചിലരെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അവിടെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. ജഗ്ലിംഗ് സിറ്റുവേഷൻ അവിടെ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവരതിനെ പറ്റി ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്ത് കാണുന്നോ അത് പറയാതെ പറ്റില്ല. ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക കേട്ടോ. നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല, മനസ്സിലായല്ലോ. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് 100% നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് വാൻഡ്സ് വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ യാത്രയിലായിരുന്നു എന്നുള്ളതിൻ്റെ വീണ്ടും കൺഫർമേഷനാണ്. അത് ഒന്നുകിൽ യാത്ര ചെയ്ത് വരുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്ത് പോകുന്നു. ഓക്കെ, വളരെ സ്നേഹത്തോടെ തന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡാണേ, ലാസ്റ്റ് കാർഡ് ഇതാക്കാം. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്ത്, അതായത് അവരുടെ സ്പൗസായിട്ട് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ.
അവർക്ക് അതായത് ആ റിയാലിറ്റി അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളുമായിട്ട് അവർ ഇമോഷണലി അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്, നിങ്ങളെ വിട്ടു പിരിയാൻ സാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതിനെപ്പറ്റി അവർ വളരെ കാര്യമായിട്ട് തന്നെ ഇന്നലെ രാത്രി ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഇന്നലത്തെ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടെ എടുത്തു തരാം. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ചാനലിൻ്റെ മെസ്സേജസ് എടുക്കാം. എൻ്റെ ബൗളിലുള്ള എല്ലാ കാർഡ്സും തന്നെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ണടച്ചിട്ടാണ് എടുത്തിട്ട് തുറന്ന് വായിച്ചു തരാം. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ് ഇൻ ഹാർമണി. ടെമ്പറൻസിൻ്റെ ഒരു എനർജിയാണത് കേട്ടോ. നിങ്ങളെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയി അവരുടെ കൂടെ എന്നും വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. നിങ്ങൾക്ക് അവരെക്കാളും ബെറ്ററായിട്ടുള്ളൊരു പേഴ്സണെ കിട്ടും എന്നൊക്കെ അവർ പറയുകയാണ്. വെൻ യു വാക്ക്ഡ് അവേ യു ലെഫ്റ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ്. നിങ്ങളാണ് അവരെ വിട്ട് മാറി നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഡൗട്ട്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് എന്നൊക്കെ അവർക്ക് അറിയണമെന്നുണ്ട്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങൾ അവരെ വട്ടുപിടിപ്പിക്കുന്നു. സഡൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാതിരിക്കുന്നവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഐ വിൽ വെയിറ്റ് ഫോർ യു. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്. സോറി പറയുന്നത് തന്നെയാണ് കേട്ടോ. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നു. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ വേറെ മാതിരി ആയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റ്. നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആണ് എന്നവർക്ക് തോന്നുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാപ്രിക്കോൺ, മകരരാശി. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവർക്ക് മറക്കാനേ സാധിക്കില്ല. ഐ എം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. അവർ നിങ്ങളെ ചതിച്ചിട്ടില്ല എന്നവർ തറപ്പിച്ച് പറയുകയാണ്. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് സത്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. വീണ്ടും ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കണം, അവരെ വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ വി ടോക്ക് അഗെയിൻ. വീണ്ടും സംസാരിക്കാൻ സാധിക്കുമോ? ഹാവ് യു മൂവ്ഡ് ഓൺ. നിങ്ങളവരെ വിട്ടു പോകാൻ തീരുമാനിച്ചോ? അവരെ, നിങ്ങൾ. I love you. Okay. Virgo. കമ്മിറ്റ്മെൻറ്റ്. ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്. 3 കാർഡ് കൂടെ ഫിനിഷ് കേട്ടോ. ടെലിപ്പതി, കമ്മ്യൂണിക്കേഷൻ. മാനസികമായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നമ്പേഴ്സ് 3, 21, 12, 30. യു ആർ എൻ ഏഞ്ചൽ. നിങ്ങൾ ഒരു മാലാഖയാണ് എന്നവർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് കണ്ടു, അവരുടെ മെസ്സേജസ് കണ്ടു. ഓക്കെ, ഹാപ്പി ആയല്ലോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളും കേട്ടോ. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ എനർജി കൂടെയാണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തമ്മിലൊരു ലിങ്ക് അതിന് മുന്നേ വേണം. ആ ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റീഡിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറസീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. ഉടനെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് തമ്മിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ലൈവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലൊരു റെനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതിൻ്റെ ഡ്രില്ലിങ്ങിൻ്റെയൊക്കെ ബഹളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് കണക്റ്റ് ആവാത്തത്. തീർന്ന ഉടനെ ഞാൻ ലൈവ് വരുന്നതാണ് കേട്ടോ. ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ ഞാൻ വരാം ഉറപ്പായിട്ടും. ഓക്കെ,
അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ബൈ.